ഹായ് ഫ്രണ്ട്സ്, ഞാൻ റിൻസി ജോൺസൺ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കട്ടെ. നമ്മൾ വീണ്ടും പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. പുതിയ ഡിഷെന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ഒരു മട്ടനിലൊരു കറിയാണ്. ഇത് എൻ്റേതായ രീതിയിലൊരു കുറുമയാണ്. നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ എന്താ പറയുക, ഞാനിതിനെ മട്ടൻ കറി എന്ന് പറയും, വേണേൽ കുറുമയെന്ന് പറയും, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ എടുക്കാം. പക്ഷേ എല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറുമയുടെ ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. പക്ഷേ അത് എൻ്റെ രീതിയിലേക്ക് ഞാൻ ആക്കി ചെയ്യുന്നേ ഉള്ളൂ. ഇത് ട്രഡീഷണലായിട്ട് കുറുമ ഉണ്ടാക്കുന്നവരൊക്കെ വിചാരിക്കും ഇതിങ്ങനെയാണോ. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഇത് എൻ്റേതായ സ്റ്റൈലിൽ ഒരു കറിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. പത്തിരിക്കും പാലപ്പത്തിനും അതുപോലെ പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു കറിയാണ്. മട്ടൻ ആയതുകൊണ്ട് തന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് മട്ടൻ. ഇത് നമുക്കിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴത്തേനും ഇത് വേവിച്ച് ഇങ്ങനെ ഞാൻ വെച്ച് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോ മട്ടൻ്റെയും വേവ് നമുക്കറിയില്ലല്ലോ. അപ്പം ഇത് ഇച്ചിരി ഒരു 4 വിസിലൊക്കെ അടിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ചെറുതാണ് കിട്ടുന്നതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എന്തായാലും നമുക്ക് വേഗം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് വേവിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഞാനിതിനകത്ത് കുറച്ച് ഉപ്പും കറിവേപ്പിലയും മാത്രം ഇട്ട് വേവിച്ച് വെച്ച മട്ടനാണിത്. ഇതിലേക്ക് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ, സവോള ഞാനൊരു 2 സവോള എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളിയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, പച്ചമുളകിൻ്റെ പേസ്റ്റ് വേണം, ചെറിയ ജീരകം വേണം, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, തക്കാളി, കുറച്ച് കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്, കാഷ്യൂ ഒരു 10ഓളം കാഷ്യൂ അരച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് തൈര്, പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ ഇന്നൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ചട്ടിയിൽ നമുക്ക് തുടങ്ങാം. നമുക്കൊന്ന് സ്റ്റൗ കത്തിക്കാവേ. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടി അടുപ്പ് വെച്ച് സ്റ്റൗ ഒക്കെ കത്തിച്ച് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ, നെയ്യുള്ള നമ്മുടെ മട്ടന് നെയ്യുള്ളത് കൊണ്ട് അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ചെറിയുള്ളിയും വെല്ലുള്ളിയും കൂടെ അങ്ങോട്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് വഴരട്ടെ. നമ്മൾ ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയുള്ളിയും വെല്ലുള്ളിയും കൂടെ നമ്മൾ ഇട്ടു. ഒരു 2 മീഡിയം ടൈപ്പ് സവാളയും ഒരു 50 ഗ്രാം ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തു, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇളക്കി ഒന്ന് വഴന്ന് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. വെളുത്തുള്ളി സബോള അങ്ങനെ ഒന്ന് വാടി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ പച്ചമുളക് 1 സ്പൂൺ, ഇതൊന്നും കൂടെ ആ പച്ചച്ചുവ മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കാം. നമ്മൾ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണം കേട്ടോ. നമ്മൾ ഇതിനകത്ത് വേറെ എരിവ് കുറച്ച് പെപ്പർ പൗഡറേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് 2 എണ്ണം വേണേൽ 2 എണ്ണം. ഇതിപ്പോൾ ഞാനൊരു 3-4 എണ്ണം ചതച്ച് വെച്ചതാണ്. ഞാനിപ്പോൾ അതിൻ്റെ 1 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അത്രയും, നിങ്ങൾക്ക് അതിനനുസരിച്ച് കേട്ടോ. അതൊക്കെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എരിവും ഉപ്പും മധുരമൊക്കെ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്നത് നമുക്കറിയാമല്ലോ. ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് 2 തക്കാളിയാണ് ഇതിലിട്ടേക്കുന്നത് കേട്ടോ. അത്രയും മതിയാവും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പിന്നെ തൈരൊക്കെ ചേരുന്നുണ്ട്, അതുകൊണ്ട് ആ 2 തക്കാളിയുടെ ആവശ്യമുള്ളൂ. പിന്നെ ഇത് ഇനി നല്ലപോലെ ആ ഒരു തക്കാളി നല്ലപോലെ ഒന്ന് വഴന്ന് ഇതിലോട്ടൊന്ന് സെറ്റ് ആവട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതീയിലിട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നല്ലപോലെ വഴന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ജീരകം, വലിയ ജീരകം അല്ല, ചെറിയ ജീരകത്തിൻ്റെ പൊടി, അത് ഇച്ചിരി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങും ഇട്ട് കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണാണ് ചെറുജീരകം ചതച്ച് വെച്ചതാണ് കേട്ടോ, പൊടിച്ചതല്ല, നല്ലപോലെ പൊടിച്ചിട്ടില്ല. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കിഴങ്ങില്ലേ, പുഴുങ്ങി വെച്ചേക്കുന്ന ഈ കിഴങ്ങ്, ഒരു വലിയൊരു കിഴങ്ങ് പുഴുങ്ങി ഉടച്ചു വെച്ചതാണ്, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യും. അപ്പം നമ്മുടെ കുരുമുളക് പൊടിയും ചെറുജീരകത്തിൻ്റെ ചതച്ച ചെറുജീരകവും അതുപോലെ തന്നെ കിഴങ്ങും എല്ലാം നമ്മൾ ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ മട്ടൻ എടുത്ത് ഇതിനകത്തോട്ട് ഇടാം. മട്ടൻ ആ വേവിച്ച വെള്ളത്തോടു കൂടി നമ്മളങ്ങോട്ട് ഇടുക കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മട്ടനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കണ്ടേ. ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് നമ്മുടെ കാഷ്യൂ അരച്ചു വെച്ച പേസ്റ്റ് ചേർക്കാനുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് 1ാം പാലും കൂടെ ചേർത്ത് കുറച്ച് തൈരും കൂടെ ചേർത്ത് പിന്നെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കി കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇടുന്നതേ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ കറി ഫിനിഷ് ആവും. അപ്പോൾ എന്തായാലും കണ്ടില്ലേ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറുമയല്ല, ഇത് നമ്മുടേതായ രീതിയിലുള്ള, എൻ്റേതായ രീതിയിലുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്കതിനെ എപ്പോഴും നമ്മൾ ഒരേ രീതിയിലല്ലേ, അപ്പോൾ ഒരിച്ചിരി മാറ്റമൊക്കെ വരുത്തിയിട്ട്, ഇതിപ്പോൾ ചിലർ പറയും ഈ രീതിയിലും പഴയ കാലത്ത് കുറുമ ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ പറയാം. പക്ഷേ ഇത് എൻ്റേതായ രീതിയിലുള്ള ഒരു കറി. അപ്പം ഏകദേശം നമ്മുടെ ഇതൊക്കെ ഒന്ന് തിള വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കാഷ്യൂ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കാഷ്യൂ പേസ്റ്റ് ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഓപ്ഷനാണ്. പിന്നെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. കാര്യം വെച്ചാൽ നല്ല ടേസ്റ്റിൽ കുറച്ചും കൂടെ ഒരു നല്ല ഇതിലൊക്കെ ഒന്ന് കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കാഷ്യൂ ഒക്കെ അരി ചേർക്കാം. കാഷ്യൂ ഇല്ലെങ്കിൽ അത് ചേർക്കുകയൊന്നും വേണ്ട, നിർബന്ധമൊന്നുമില്ല. നമ്മൾ കിഴങ്ങ് ചേർത്തിട്ടുണ്ടല്ലോ കൊഴുപ്പിന്, അതുകൊണ്ട് ഇത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാനങ്ങ് ചേർത്താണ് കേട്ടോ. നമ്മൾ തീ നല്ലപോലെ കുറയ്ക്കണം കേട്ടോ. സിമ്മിലിട്ടിട്ട് നമുക്ക് ഒരു 2 സ്പൂൺ തൈര് ഒഴിക്കാം കേട്ടോ. ഇത്ര മതിയേ, ഇത്ര 2 സ്പൂൺ തൈര് ഒഴിച്ചു. അതിലേക്ക് നമുക്ക് നമ്മുടെ 1ാം പാൽ ഒഴിച്ചേക്കാം. നമ്മൾ ഇപ്പോൾ കാഷ്യൂ പേസ്റ്റ് ചേർത്തു, കുറച്ച് തൈര് ചേർത്തു, 1ാം പാലും ചേർത്തു. ഇനി അധികം തിളച്ച് പോകരുത്, സ്റ്റൗ എല്ലാം സിമ്മിലിട്ടു. അതിനുശേഷം ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കാം. എനിക്കൊരു ലേശം കുരുമുളകിൻ്റെ കുറവും കൂടെ ഉണ്ട്. ഞാനൊരു ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. നിങ്ങൾ
നോക്കിയിട്ട് ചേർത്താൽ മതി. എൻ്റെ കറിക്ക് ഇപ്പോൾ ഒരു കുരുമുളക് പൊടിയുടെ കുറവ് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്താണ് നമ്മൾ ഗരം മസാല ഒരു ലേശം ഒരു സ്പൂൺ തികച്ച് വേണ്ട, കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് കുറച്ച് പച്ച കറിവേപ്പില. നമ്മൾ മല്ലിച്ചപ്പ് ഒന്നും ചേർക്കുന്നില്ല, ഇത് നമ്മുടെ നാടൻ കറി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നമ്മുടെ കറിവേപ്പില ഇട്ടു. കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ, ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ. ഇനിയും നമ്മുടെ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് മൂടി അവിടെ വെക്കാം. നമ്മൾ ഇതെല്ലാം ചേർത്ത് നമ്മൾ മൂടി വെച്ചേക്കുവാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് നോക്കാം. സ്റ്റൗ എല്ലാം ഓഫാണ് കേട്ടോ. അത് നേരത്തെ തന്നെ ഇത് 1 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളച്ച് പോകരുത്. നമുക്ക് ഇനിയും ഇതൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് കൺട്രോൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പിഞ്ച് പഞ്ചസാര ഉണ്ടല്ലോ, ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തു കേട്ടോ. അതെന്തിനാണെന്നറിയോ, നമുക്ക് ഏത് കറിയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു കറിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ടാൽ നമ്മുടെ ഉപ്പും പുളിയും എരിവും എല്ലാം ഒരു കൺട്രോളിലാവും. എന്ന് പറഞ്ഞിട്ട് എൻ്റെ കറിക്ക് ഉപ്പും പുളിയും കൂടുതലാണെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അത് ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു രീതിയാണ്. ഒരു നുള്ളു പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും. നിങ്ങൾ ഈ കറി എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നോമ്പ് കാലമൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് മട്ടൺ കിട്ടുമ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എല്ലാവരുടെയും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇനി നമുക്ക് നമ്മുടെ കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ മേളിൽ 2 കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഞാൻ ഇവിടെ പലരെ കൊണ്ടും ടേസ്റ്റൊക്കെ ചെയ്യിച്ചു നോക്കി. അവരൊക്കെ നല്ല സൂപ്പർ കറിയാന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. സിമ്പിളാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ കാഷ്യൂ ഒന്നും നിങ്ങൾക്ക് ചേർക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ തക്കാളി ചേർക്കുന്നത് കൊണ്ട് തൈര് ചേർക്കണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ ഓപ്ഷനാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. പക്ഷേ അത് 1 സ്പൂൺ ചേർക്കുന്ന പുളിയില്ലാത്ത തൈര് 2 സ്പൂൺ ചേർക്കുന്ന കറിക്ക് സ്വാദാണ്. അപ്പം എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഇനിയും നമ്മുടെ ചാനലിൽ പുതിയ ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ മറക്കരുത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരട്ടെ. താങ്ക് യു.